കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് അറിയാനായിട്ടുള്ള ഏറ്റവും വലിയ തോതിലുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിൽ ആർക്കാണ് നേട്ടമുണ്ടാകാൻ പോകുന്നത്, ആർക്കാണ് കോട്ടം തട്ടാൻ പോകുന്നത്, അതിൽ ആര് നേടും ആര് വീഴും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കണക്കുകൂട്ടലിൽ മുന്നോട്ട് പോകുന്ന ഈ ദിനങ്ങൾ എന്തായിരിക്കും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന ദേശീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ വ്യക്തമായി നോക്കുമ്പോൾ പല രീതിയിലുമുള്ള അട്ടിമറികൾ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ത്രികോണ പോരാട്ടം വളരെ കടുത്തതായി നടക്കുന്ന കഴക്കൂട്ടം, തിരുവനന്തപുരം തലസ്ഥാനത്തെ കഴക്കൂട്ടത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്നുള്ളത് തന്നെയാണ്. അതായത് BJPക്കായാലും LDFിനായാലും UDFിനായാലും ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്ത് നിലവിൽ LDF ആണ്. പക്ഷേ LDFിൽ നിന്ന് ആ സീറ്റ് നഷ്ടമാകുമോ, അത് BJPയിലേക്ക് എത്തുമോ, അതല്ല UDF ഒരു വലിയ അട്ടിമറി നടത്തിക്കൊണ്ട് 3-ാം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനത്ത് എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, ആ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും വോട്ടർ ഉൾപ്പെടെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും കഴക്കൂട്ടം പോലുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അട്ടിമറി എന്താണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇനി വരാൻ പോകുന്ന റിസൾട്ട്, ആ റിസൾട്ടിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അട്ടിമറി സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിന് കഴക്കൂട്ടത്ത് വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇടതുപക്ഷ വോട്ടുകൾ കുറയുമെന്നും UDF BJP വോട്ടുകൾ കൂടുമെന്നുമാണ് സർവേ റിസൾട്ട് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിന് അവിടെ ഒരു കോട്ടം തട്ടുമെന്നും ആ സീറ്റ് നഷ്ടമാക്കുമെന്നുമാണ് ഈ ഒരു സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ആ സീറ്റ് ഇടതുപക്ഷത്തിൽ നിന്നും നഷ്ടമാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അത് BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ BJPക്ക് ഒരു മുൻതൂക്കം നൽകുന്ന രീതിയിലുള്ള സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് കഴക്കൂട്ടം സീറ്റിൽ ഒരു നേരിയ തോതിലുള്ള, അതായത് ടൈറ്റ് ഫൈറ്റാണ് അവിടെ 3 മത്സരാർത്ഥികളും തമ്മിൽ നടക്കുന്നതെന്ന് പറയുന്നത്. അത് BJP LDF UDF തമ്മിൽ കടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. വിജയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാൽ തന്നെയും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ വിജയിച്ച് കയറുക എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അതിൽ 3-ാം സ്ഥാനമായാലും 2-ാം സ്ഥാനമായാലും 1-ാം സ്ഥാനമായാലും വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിൽ മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുക എന്നുള്ളതും സർവേ റിസൾട്ടിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, LDFിൽ നിന്നും ആ സീറ്റ് നഷ്ടമാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. അതായത് ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ വിജയസാധ്യതയിൽ കൊടുത്തിരിക്കുന്നത് BJPക്കാണ്. 2-ാം സ്ഥാനത്ത് അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ LDFന് നൽകുന്നു. 3-ാം സ്ഥാനത്ത് കോൺഗ്രസിനാണ്. പക്ഷേ കോൺഗ്രസ് ഒരു മുന്നേറ്റം അവിടെ നടത്തുമെന്നും പറയുന്നു. അതായത് കോൺഗ്രസ് വോട്ടുകൾ വർദ്ധിക്കും. LDF കോൺഗ്രസ്, അതായത് 2-ാം സ്ഥാനമായാലും 3-ാം സ്ഥാനമായാലും 1-ാം സ്ഥാനമായാലും നേരിയ തോതിലുള്ള വ്യത്യാസം മാത്രമായിരിക്കും 3 പാർട്ടികളും തമ്മിൽ എന്നുള്ളതാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയാം. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ്, ഒരു കടുത്ത ത്രികോണ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കഴക്കൂട്ടത്ത് സംഭവിക്കാൻ പോകുന്നത്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മറിയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ BJPക്ക് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ്. LDFിൽ നിന്ന് സീറ്റ് നഷ്ടമാകുമെന്നും UDF വോട്ടുകൾ വർദ്ധിപ്പിക്കുമെന്നും സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഇനിയൊരു റിയാലിറ്റി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു, ആ വിധി എന്താണ് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും കഴക്കൂട്ടം പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സീറ്റ് UDFിലേക്ക് പോയാലും BJPയിലേക്ക് പോയാലും LDFിനെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ കഴക്കൂട്ടം പോലുള്ള സ്ഥലത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ വളരെ വലിയ തോതിൽ
ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അതൊക്കെ തന്നെ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് LDFിന് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വോട്ടിൻ്റെ കാര്യത്തിൽ അത് LDFിൽ വളരെ വലിയ തോതിൽ ഒരു വോട്ടിടിവുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് ഗുണകരമായി മാറുന്നത് UDFിനും BJPക്കുമാണ് എന്നുള്ളതും സർവേ റിസൾട്ട് എടുത്തു പറയുന്നത് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കഴക്കൂട്ടത്ത് വലിയൊരു അട്ടിമറി സാധ്യത തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അത് നേരിയ തോതിലുള്ളൊരു മുൻതൂക്കമായിട്ട് നൽകിയിരിക്കുന്നത് BJPക്കാണ് വിജയ സാധ്യതയിൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനം LDFിനും, 3ാം സ്ഥാനത്ത് നേരിയ തോതിലുള്ള വ്യത്യാസത്തിൽ മാത്രം 3ാം സ്ഥാനത്ത് കോൺഗ്രസ് എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് പ്രവചനാതീതം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അത് എന്ത് തരം അട്ടിമറിയും കഴക്കൂട്ടം പോലുള്ള സ്ഥലത്ത് സംഭവിക്കാമെന്നുള്ളത് തന്നെയാണ് ഈ സർവേ റിസൾട്ടിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അത്രയ്ക്കും ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മറിയുന്ന തരത്തിലോട്ട് എത്തുമെന്നുള്ളത് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വിജയിക്കുന്നത് ഏത് പാർട്ടിയായാലും അത് വിജയശതമാനം ഈ പറയുന്ന തോതിൽ ഭൂരിപക്ഷം നന്നേ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിൽ BJPക്കാണ് ഒരു പടി മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പക്ഷേ തൊട്ടു പിന്നിൽ തന്നെ LDFും UDFും 3ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ ഒരു റിസൾട്ടായിരിക്കുമോ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വിധിയിൽ കാണപ്പെടുന്നത്? ആ വിധി അത് എന്തായിരിക്കും നിർണ്ണയിക്കുക എന്നുള്ളത്, അതല്ല മറിച്ചൊരു മാറ്റമുണ്ടാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കണ്ടു തന്നെ അറിയണം. കഴക്കൂട്ടം അത് LDFിൽ നിന്ന് നഷ്ടമായി BJPയിലേക്ക് എത്തുമോ, അതല്ല അവിടെ UDFിൻ്റെ ഒരു വലിയ തോതിലുള്ള അട്ടിമറി ഉണ്ടാകുമോ, അതുമല്ല LDF ആ സീറ്റ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.